നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയർ സ്ഥാനത്ത് നിന്നും വെട്ടിയത്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ UDFന് കൊച്ചി കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ തന്നെ എല്ലാവരും കരുതിയിരുന്നത് ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ ആകുമെന്നായിരുന്നു. കഴിഞ്ഞ 30-ലധികം വർഷമായി എറണാകുളത്തെ കോൺഗ്രസിൽ, കൊച്ചിയിലെ കോൺഗ്രസിൽ ഒരു പ്രമുഖ നേതാവാണ് ദീപ്തി മേരി വർഗീസ്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് അവർ. അതോടൊപ്പം അഭിഭാഷകയുമാണ്. KPCC ജനറൽ സെക്രട്ടറിമാരാരും കോർപ്പറേഷനിലേക്കും അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒന്നും മത്സരിച്ചിരുന്നില്ല. അങ്ങനെ മത്സരിച്ച ഏക വ്യക്തിയും ദീപ്തി മേരി വർഗീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കൊച്ചിയുടെ മേയർ പദവി അലങ്കരിക്കാൻ ദീപ്തി മേരി വർഗീസിന് പരിപൂർണമായും അർഹതയുണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് വെട്ടിപ്പോവുകയും ഷൈനി മാത്യുവും VK മിനിമോളും ആ പദവിയിലേക്ക് കടന്നു വരികയും ചെയ്തത്? ഇപ്പോൾ ഇവർ രണ്ടുപേരെയും, ലത്തീൻ സഭയുടെ നോമിനികളായ ഷൈനി മാത്യുവിനെയും VK മിനിമോളെയും കൊച്ചിയുടെ മേയർമാരായി വാഴിക്കാൻ 2.5 വർഷം കൂടി, അല്ലെങ്കിൽ ആദ്യത്തെ 2.5 വർഷം ഷൈനിക്കും രണ്ടാമത്തെ 2.5 വർഷം VK മിനിമോൾക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചും, അങ്ങനെയൊക്കെ ഇവരെ 2 തവണ വാഴിക്കാൻ ആരാണ് തീരുമാനിച്ചത്? 5 വർഷവും കൊച്ചിയുടെ മേയറായിരിക്കേണ്ട ആളാണ് ദീപ്തി മേരി വർഗീസ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ദീപ്തി ഒഴിവാക്കപ്പെട്ടത്? മേൽപ്പറഞ്ഞ 2 പേരെക്കാളും പാർട്ടിയിൽ പാരമ്പര്യവും സീനിയോറിറ്റിയും കഴിവുമെല്ലാം ദീപ്തിക്കല്ലേ കൂടുതലെന്ന് പല കോൺഗ്രസ്സുകാരും ചോദിക്കുന്നു, കോൺഗ്രസ് അണികളും ചോദിക്കുന്നു. പക്ഷേ അതിനൊന്നും കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകുന്നില്ല. കൗൺസിലർമാരുടെ ഭൂരിപക്ഷം നോക്കിയാണ് തങ്ങൾ മേയറെ തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും എല്ലാം നൽകുന്നത്. കൊച്ചിയിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. MP-യും 6 മണ്ഡലങ്ങളിലെ MLA-മാരെയും തീരുമാനിക്കുന്നത്, എറണാകുളം MP-യെയും 6 മണ്ഡലങ്ങളിലെ MLA-മാരെയും തീരുമാനിക്കുന്നത് ലത്തീൻ കത്തോലിക്ക മതവിശ്വാസികൾ തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. എന്നാൽ ദീപ്തിയെ പോലൊരാളെ, വളരെ പ്രമുഖയായ, കാരണം ദീപ്തി ലത്തീൻ കത്തോലിക്കയല്ല, അവർ മാർത്തോമ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിശ്വാസിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവർ ലത്തീൻ അല്ലാത്തതുകൊണ്ട് അവരെ മേയറാക്കുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും മനസ്സുകൊണ്ട് പറയുമ്പോഴും ദീപ്തി മേരി വർഗീസ് പ്രസ്തുത സ്ഥാനത്ത് നിന്ന് വെട്ടിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിലെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള വെട്ടലാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ KPCC നേതൃത്വവും കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതൃത്വവും അറിയാതെ ദീപ്തി അങ്ങനെ ആരും വെട്ടിനീക്കില്ലല്ലോ. അപ്പോൾ സഭയുടെ വാക്കുകൾക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വം ചെവി കൊടുത്തു. അങ്ങനെയാണ് ദീപ്തി മേരി വർഗീസ് അല്ലെങ്കിൽ അവർ മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിപ്പോയതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. KC വേണുഗോപാലിനോട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് ദീപ്തി മേരി വർഗീസ്. മിനിമോൾ ആകട്ടെ VD സതീശനടക്കമുള്ള I ഗ്രൂപ്പ് നേതാക്കളുമായും വളരെ അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കുന്നതെന്ന് മാത്രമല്ല അവരൊരു I ഗ്രൂപ്പ് നേതാവ് കൂടിയാണ്. എന്നാൽ ഷൈനി മാത്യു ആവട്ടെ പക്ക A ഗ്രൂപ്പുകാരിയാണ്. അപ്പോൾ ഷൈനി മാത്യുവും മിനിമോളും മേയർ പദവി വീതം വച്ചെടുക്കട്ടെ എന്ന് കോൺഗ്രസ് അങ്ങ് തീരുമാനിച്ചു. അതിന് പിന്നിൽ ലത്തീൻ കത്തോലിക്ക സഭയും കോൺഗ്രസിലെ ചില നേതാക്കളുമാണ് കളിച്ചതെന്നാണ് പറയുന്നത്. ദീപ്തി മേരി വർഗീസിനെ മേയറാക്കിയാൽ താപ്പാനകളായ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ അവർ നിൽക്കില്ല. അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന പാവകളായിരിക്കണം കൊച്ചി മേയർമാർ എന്നാണ് പലപ്പോഴും കോൺഗ്രസ് ഉന്നത നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് പണ്ട് N വേണുഗോപാലിനെയൊക്കെ ഒരു വോട്ടിന് തോൽപ്പിച്ചതും അതിനു മുമ്പ് N വേണുഗോപാൽ മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിപ്പോയതുമെല്ലാം ഈ താപ്പാന കളിയുടെ ഭാഗമാണ്. കാരണം തങ്ങളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ മാത്രമേ ഇവർ മേയറാക്കിയുള്ളൂ. ഇത്തവണ ദീപ്തി മേരിക്ക് സംഭവിച്ചത് അതൊക്കെ തന്നെയാണ്. മിനിമോളായാലും ശരി, ഷൈനി മാത്യു ആയാലും ശരി, പള്ളിയുടെയും പട്ടക്കാരൻ്റെയും മുതിർന്ന നേതാക്കളുടെയും കൈകളിൽ ഒതുങ്ങുമെന്നും ദീപ്തി മേരിയെ പോലെ ഒരാൾ വന്നാൽ അങ്ങനെ ഒരു ഒതുങ്ങൽ ഉണ്ടാകില്ല, അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുമെന്നുള്ള ഒരു ഭയമാണ് ഇവരെ വെട്ടിയൊതുക്കാൻ കാരണമെന്നാണ് പറയുന്നത്. ഏതായാലും ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരാളെ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നത് കോൺഗ്രസിന് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്.